വളരെ വലിയ ചേഞ്ചായി. ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെയാണ് ചേഞ്ച്. ബ്ലൗസിൻ്റെ കയ്യിന് വന്നിട്ടുള്ള ചേഞ്ചൊക്കെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. വർഷങ്ങളായിട്ട് ഞാൻ എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടും കൂടുക എന്നല്ലാതെ കുറയാതിരുന്നിരുന്നൊരു സാധനമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പേര് പോലും ഉണ്ടായിരുന്നു, അർണോൾഡ്. സീരിയസ്ലി ഞാൻ കളിയാക്കി പറയുന്നതല്ല, ഹായ് അർണോൾഡ് എന്ന് വിളിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്ന സമയത്ത് എൻ്റെ ബോഡിക്ക് വന്ന കൈ കുറച്ച് വണ്ണം കൂടുതലാണ്. അപ്പോൾ ഹായ് അർണോൾഡ്, കൈ മാത്രം കുറച്ചാൽ നന്നായിരിക്കും എന്ന് പറയും, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം എന്ന് പറയില്ല. ഇപ്പം ഒന്ന് കാണുമ്പോൾ കണ്ടില്ലേ. സോ ഞാൻ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഇപ്പം ഞാൻ ഡ്രസ്സുകളെല്ലാം ചേഞ്ച് ചെയ്തു. കുറേ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവ്ലെസ് ബ്ലൗസുകൾ, ചുരിദാറുകളെല്ലാം സ്ലീവ്ലെസ് ചുരിദാർസ്. സോ എൻ്റെ സിസ്റ്റർ പറയണ പോലെ അഹങ്കാരം എന്ന് പറയാം, കുറച്ച് ഷോ ഓഫ് എന്ന് പറയാം. സോ സീരിയസ്ലി ഞാൻ വളരെ 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 ഹാപ്പി. എൻ്റെ അമ്മ പറഞ്ഞ പോലെ കാശ് മുടക്കിയത് വെറുതെ ആയില്ല ഡോക്ടർ. പിന്നെ ഞാൻ സത്യമായിട്ടും പറയും, ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഡോക്ടർ നല്ലൊരു ശില്പിയാണ്. ബിക്കോസ് നമുക്ക് അറിയാം, എൻ്റെ അമ്മ കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് രണ്ടും ഒരേ മെഷർമെൻ്റ് അല്ല, നോർമലി ഉണ്ടാകും. എല്ലാവർക്കും സ്ലൈറ്റ് ചേഞ്ച് ഉണ്ട് അല്ലേ. സോ എൻ്റെ 2 കൈൻ്റെ സെയിം മെഷർമെൻറ്റാണ്. അത് എങ്ങനെ അത്ര അക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ്, മമ്മി ഇത് കറക്റ്റ് നല്ലൊരു ഷിപ്പാണ്, അത്രയും കറക്റ്റായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. കൈ ഭയങ്കര തടിയായിരുന്നു. കൈ ഭയങ്കര തടി മീൻസ് നോർമലി കാണുമ്പോൾ തടിയായി തോന്നിക്കില്ല. പക്ഷേ എൻ്റെ ബോഡിക്ക് വന്നിട്ട് വേണ്ടതിന് കയ്യിന് എങ്ങനെ വേണോ ഒരു വണ്ണം, അതിനെക്കാളും വളരെ കൂടുതലായിരുന്നു എൻ്റെ കയ്യിന് വണ്ണം കമ്പയർ ടു. ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് അപ്പം മൊത്തത്തിലാണല്ലോ വെയിറ്റ് കുറയുള്ളൂ. എൻ്റെ പ്രൊഫഷനെ വന്നിട്ട് എക്സസൈസാണ്, ഫുൾ ഫിസിക്കൽ ലീവ് വന്നിട്ട് ഇത് ചെയ്യുന്നതാണ്, ഡാൻസറാണ്. സോ അതുകൊണ്ടല്ല എനിക്ക് എന്താ പ്രശ്നം വെച്ചപ്പോൾ നമ്മൾ വീഡിയോസ് അല്ലേ കയ്യിന് മാത്രം എക്സസൈസുകൾ അത് ചെയ്താൽ വണ്ണം കുറയും, അങ്ങനത്തെയൊക്കെ കുറേ യൂട്യൂബ് വീഡിയോസിനോ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾ അങ്ങനത്തെയൊക്കെ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഒന്നും കുറയില്ല. ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടല്ല, ചെയ്യാറുണ്ട്. ബട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് ലോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 8 kg ഒക്കെ ഞാൻ വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട് ശരിക്കും. പക്ഷേ കയ്യിൻ്റെ മാത്രം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കുറയുക മീൻസ് നമ്മളിപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാവുക, നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലേ, ബ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് ബ്ലൗസിൻ്റെ കൈ മാത്രം കയറില്ല. വേറൊരു ഡോക്ടറേനെ പോയിട്ട് സംസാരിച്ച് എല്ലാം നോക്കി സംസാരിച്ച് ഫിക്സ് ചെയ്തു. ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ നമ്പർ കിട്ടിയത്. അപ്പം ഞാൻ ആദ്യം മൊത്തത്തിൽ ആ പ്രൊഫൈലൊന്ന് മൊത്തത്തിലും ചെക്ക് ചെയ്തു, ഗൂഗിൾ എന്തൊക്കെയാണ്. സോ ഇൻ്റർവ്യൂസിൻ്റെ ഇത് അങ്ങനത്തെ എല്ലാം കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മളുടെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സംസാരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു വിശ്വാസം തോന്നുമല്ലേ, ചിലവരോട് സംസാരിക്കാൻ നമുക്കൊരു ട്രസ്റ്റ്, ഓക്കെ നമുക്ക് ധൈര്യമായിട്ട് പോകാം, നമ്മൾ മോശമാവില്ല, ഓക്കെ. സോ ആ ഒരു ട്രസ്റ്റ് നമുക്ക് തോന്നില്ലേ. അപ്പം അങ്ങനെയാണ് ഞാൻ വന്ന് ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നത്. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ട് അതിൻ്റെ പ്രൊസീജിയർ വന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്യുന്ന പോലെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ കാര്യങ്ങളെല്ലാം. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഓക്കെ. ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയും, എൻ്റെ ഡിസിഷൻ വന്ന് വളരെ കറക്റ്റായിരുന്നു. ഞാൻ ആദ്യം എൻക്വയറി ചെയ്തിട്ടുള്ള ഇത് വന്ന് ചെയ്യാതിരുന്നത് വളരെ 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 ഹാപ്പി. ആക്ച്വലി സീരിയസ്ലി ഞാൻ എന്തായി പറഞ്ഞല്ല, വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പറയില്ലേ മെലിഞ്ഞു. പിന്നെ എല്ലാവരും കാണുമ്പോൾ യു ലോസ്റ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഫസ്റ്റത്തെ കാര്യം, നമ്മളുടെ കയ്യിന് വണ്ണമുള്ള സമയത്ത് നമുക്ക് ഉള്ളതിനേക്കാളും ഫ്രെയിം കൂടുതലായി തോന്നും. ആ കയ്യിൻ്റെ വണ്ണം പോകുമ്പോൾ തന്നെ നമ്മുടെ ഫ്രെയിം ആക്ച്വലി കുറച്ച് കുട്ടിയാവും. പിന്നെ എൻ്റെ ഡോക്ടർ വന്നിട്ട് വളരെ നല്ല ഒരാളായതുകൊണ്ട് എന്നോട് ഡയറ്റ് എടുക്കൂ, അത് കഴിക്കരുത്, ഇത് കഴിക്കാതെ എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ഇതാക്കിയിട്ട് ഞാൻ റൈസൊക്കെ കുറച്ച് ഓക്കെ അങ്ങനെ കുറച്ച് ഡയറ്റും കൂടെ എടുത്ത് കുറച്ച് നന്നായി കൺട്രോൾഡായി. ഞാൻ എൻ്റെ ഫുഡ് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ കുറച്ച് കൺട്രോൾഡ് ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി കുറച്ച് വെയിറ്റ് ലോസ് ആയി. പക്ഷേ മെയിനായിട്ട് ആ ഫ്രെയിം വന്ന് കുറഞ്ഞതാണ് മെയിനായിട്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ചേഞ്ച്, പെട്ടെന്ന് നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച്. വരുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ പാവമാണ്, കാരണം ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു ഭയങ്കര സ്വീറ്റ് സ്മൈലോട് കൂടെ പ്ലസൻ്റ് ആയിട്ടൊക്കെ കാണുമ്പോൾ എന്തൊരു പാവം സ്വീറ്റ്. ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് യഥാർത്ഥ രൂപം കിട്ടുക. അത് കഴിക്കരുത്, അത് ചെയ്യുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മളെന്നെ ഓർമ്മിപ്പിക്കും.